ാണ് നമ്മുടെ ഓരോ തോട്ട്സും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സംശയങ്ങൾ കയറി വരും. ഇപ്പം നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു വീട് വെക്കണം എന്നാണ് ആഗ്രഹം. അപ്പം നമ്മൾ എനിക്കൊരു വീട് വെക്കണം എന്ന് പറയുമ്പോൾ ഈ മൈൻഡാണ് ഇവിടെ വില്ലൻ. മൈൻഡ് ഒരു 100 ക്വസ്റ്റ്യൻ കൊണ്ടിടും. എങ്ങനെ വീട് വെക്കും, എവിടെ നിന്ന് ലോൺ കിട്ടും, എത്ര രൂപ ഉണ്ടെങ്കിൽ വെക്കാൻ പറ്റുക, അല്ലെങ്കിൽ എവിടെ സ്ഥലം കിട്ടും, സ്ഥലത്തിന് ഇത്ര വിലയുണ്ട്, വീട്ടിന് ഇത്ര അങ്ങനെ കുറേ സാധനങ്ങൾ വന്നിട്ട് ഇതിനെ മൊത്തം സപ്രസ് ചെയ്ത് ഇല്ലാണ്ടാക്കും. അപ്പം മൈൻഡിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ ഈ നേരത്തെ പറഞ്ഞത് അക്ഷരം പ്രതി നടക്കും. യൂണിവേഴ്സിനോട് എന്ത് ചോദിച്ചാലും കിട്ടും. കാരണം അവിടെ വില്ലനായിട്ട് മൈൻഡില്ല. മൈൻഡിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മെഡിറ്റേഷനിൽ പഠിപ്പിക്കുന്നത്. ഈ ഒരു മൈൻഡ് കൺട്രോൾ നമുക്ക് എങ്ങനെ വരുത്താനായിട്ട് സാധിക്കും? മൈൻഡ് കൺട്രോൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരല്പം എഫേർട്ട് എല്ലാ ദിവസവും ഇട്ടാൽ മതി. ഈ മൈൻഡ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ നേരത്തെ ചോദിച്ച ക്വസ്റ്റിൻ്റെ ആൻസറാണ് ചിന്തിക്കുന്ന കാര്യങ്ങൾ മുഴുവനും ഒരു